അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. പലരും പരാജയപ്പെട്ടു പോകുകയാണ്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ആകെ തകർന്നു പോവുകയാണ്. കാലിനടിയിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്നത് വരുമ്പോൾ, അങ്ങനെ കാലിനടിയിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്നത് കാണുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇസ്ലാമിന് ഒരുപാട് പട്ടങ്ങൾ ചാർത്തുകയാണ്. ഭീകരവാദിയെന്നും തീവ്രവാദിയെന്നും പടച്ചവനെ പല പല മോഡലുകളിൽ പരിശുദ്ധമായ ദീനിനെ സമൂഹത്തിന്റെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ വളരെ മോശമായി ചിത്രീകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് പണ്ടുമുണ്ടായിരുന്ന സഹോദര, ഒരുപാട് പേര് പരിശ്രമിച്ചവരാണ് അല്ലാഹുവിന്റെ ദീനിനെ തരം താഴ്ത്താൻ, അല്ലാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ തകർത്ത് കളയാൻ പലരും പരിശ്രമിച്ചിട്ട് എല്ലാവരും പരാജയപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നസ്ർ പറയുകയാ, അന്തിമ വിജയം ഇസ്ലാമിനാ. മൈക്ക് കെട്ടിക്കെട്ട് വഅദ് പറയുന്നവനുമറിയാ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിനുമറിയാ ഒരു ദിവസം പരാജയപ്പെടുമെന്ന്. അവസാന വിജയം ഇസ്ലാമിനാണെന്ന് അവർക്ക് തന്നെ അറിയാ. അതുകൊണ്ട് ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയുമോ? അവസാന വിജയം നമ്മൾക്കാ. അതുകൊണ്ട് മുസ്ലിമേ ഭയപ്പെടണ്ട, പേടിക്കണ്ട മോനെ, നിനക്കാടാ വിജയമിരിക്കുന്നത്. എല്ലാവരും നിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുകയാണ്. അതുകൊണ്ട് പേടിക്കണ്ട. ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടുകൊണ്ട് നീ ഭയപ്പെടണ്ട. മൂന്നാമതായിട്ടോ, ഈ മതത്തിന് അല്ലാഹുവിന്റെ സഹായം തുടർന്നു കൊണ്ടിരിക്കുമെന്നുള്ളതിന്റെ അടയാളം ഈ സൂറത്ത് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ സഹായമുണ്ടല്ലോ. ബദരീങ്ങളെ സഹായിച്ച അല്ലാഹ് ഉഹദിന്റെ രണാങ്കണത്തിലും പടച്ചവരെ പലപ്പോഴും സഹായിച്ച അല്ലാഹുണ്ടല്ലോ. അവരെ മാത്രമല്ല സഹായിക്കുന്നത്, നമ്മളെയും സഹായിക്കുമെന്നുള്ളതിനുള്ള ഒരു തെളിവുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വിജയവും സഹായം ലഭിച്ചതിന് ശേഷമുള്ള നിർദ്ദേശം, അതിനവനോട് നന്ദി കാണിക്കാനും അവനെ സ്തുതിക്കുന്നതിനോടൊപ്പം അവനെ പ്രകീർത്തനം നടത്തുവാനും ഖുർആൻ പറയുകയാ.